സാധേ ഒരുപാട് ഡോക്ടേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ആയുർവേദവും അലോപ്പതിയും കംപ്ലീറ്റ്, അതായത് BAMS-ഉം MBBS-ഉം കംപ്ലീറ്റ് ചെയ്ത ഒരു ലേഡി ഡോക്ടറിന്റെ കേട്ടാ ഞാൻ കൊണ്ടോട്ടിയിലുള്ളത്. ഈ ഡോക്ടറെ കാണാനും വേണ്ടിയിട്ട് പിന്നെ ജില്ലന്റെ പല ഭാഗത്തുനിന്നും പേഷ്യൻസ് വരുന്നുണ്ട്. കാരണം അത് സംതിങ് സ്പെഷ്യൽ തന്നെ ആവുമല്ലോ. കൊണ്ടോട്ടി കോട്ടക്കൽ ആര്യശാലയുടെ ഏജൻസിയിലുള്ളത്. മോയിൻകുട്ടി വൈദ്യർ സ്മാരകത്തിന്റെ തൊട്ടടുത്താണ് ഈ ബിൽഡിംഗ് എടുക്കുന്നത്. ഇത് പിന്നെ കാണുമ്പോൾ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പിന്നെ കോട്ടക്കൽ ആര്യശാലയുടെ ഒരു ഏജൻസിയാണ്. കുറെ കോസ്മെറ്റിക് മെഡിസിൻസ്, അതിലുപരി ഈ ഡോക്ടറുടെ സ്പെഷ്യാലിറ്റിയാണ് നമുക്ക് അറിയേണ്ടത് കേട്ടോ. നമുക്ക് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഇതുണ്ട് നിങ്ങൾ ബോർഡ്, ഡോക്ടർ ഹസനത്ത് TM BAMS MBBS. ഓക്കെ, ഹായ്. എന്തൊക്കെയാ ഡോക്ടറെ? സുഖല്ലേ? പിന്നെ എന്റെ നിങ്ങളെ പറ്റി ഞാനിവിടെ പേഷ്യൻസ് തന്നെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കറിയാം, നിങ്ങളെ പറ്റി അറിയാവുന്നതാണ്. നിങ്ങൾ അന്വേഷിച്ചിട്ട് പല ആളുകളും വരുന്നു, വ്യത്യസ്തമായ ട്രീറ്റ്മെന്റും കാര്യങ്ങളും. BAMS MBBS ഉണ്ടല്ലേ? എവിടെയൊക്കെയാ പഠിച്ചത്? ഞാൻ BAMS കോട്ടക്കല് ആയുർവേദ കോളേജില് 2010 കഴിഞ്ഞിറങ്ങി, 2005 ജോയിൻ ചെയ്ത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ MBBS കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആണ് കഴിഞ്ഞത്. പഠിച്ച് ഇടങ്ങാറാണ്, എങ്ങനെ എന്നെ കൂടെ സാധിക്കായി? കുഴപ്പമില്ല, എനിക്കത് താല്പര്യമായിരുന്നു, പഠിക്കാൻ ഇഷ്ടമായിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇവിടെ കൊട്ടക്കൽ ആര്യശാലയുടെ ഒരു ഏജൻസിയാണ്, ആയുർവേദിക്കാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. കൂടുതൽ ആയുർവേദിക് മാഡം രണ്ടും കൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ കൂടുതലും അത്യാവശ്യ ഘട്ടങ്ങളിൽ അലോപ്പതി വേണ്ട രീതിയിൽ ആണെങ്കിൽ കൊടുക്കാറുണ്ട്, അതല്ലെങ്കിൽ കൂടുതലും ആയുർവേദമാണ് നമുക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ഉള്ളത്. പിന്നെ ഇത് സംതിങ് സ്പെഷ്യൽ ആണ്, മൊത്തത്തില് ഒരു അടിപൊളിയായിട്ടുണ്ട്. എന്തൊക്കെ സൗകര്യമുണ്ട് പ്രേക്ഷകർക്ക്? നമുക്ക് പഞ്ചകർമ്മ ചികിത്സ ഉണ്ട് ആയുർവേദത്തിന്റെ. ഉഴിച്ചിൽ, പിഴിച്ചിൽ, കിഴി, ഉദ്വർത്തനം, ഇങ്ങനത്തെ ഇലക്കിഴികള്, നവരക്കിഴി, ഇങ്ങനെ എല്ലാ ചികിത്സകളും എല്ലാം ഉണ്ട്. അതിന്റെ കൂടെ നമുക്ക് ആയുർവേദത്തിന്റെ കോസ്മെറ്റോളജിയും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ കോസ്മെറ്റോളജി എന്ന് വെച്ചാൽ നമുക്ക് ഡാൻഡ്രഫിന്റെ ചികിത്സ, താരനുള്ള ചികിത്സ, പിന്നെ മുഖക്കുരുവിന് ഉള്ള ചികിത്സകള്, അതിനൊക്കെ മെഷീൻ വെച്ചിട്ട് മുഖക്കുരു കുറയുന്ന രീതിയിൽ ഒക്കെ ഉള്ള ട്രീറ്റ്മെന്റും, പിന്നെ ഹെർബൽ ഫേഷ്യൽസ് എല്ലാം വരുന്നുണ്ട് അതിന്റെ കൂടെ. കൂടാതെ നമ്മൾ കെടുമ്പ് ഇങ്ങനത്തെ രോഗങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ കോട്ടറി എന്ന് പറയുന്ന പ്രൊസീജിയർ അത് ചെയ്യുന്നുണ്ട്. അതൊരു മെഷീൻ വെച്ചിട്ട് നമ്മളിത് റിമൂവ് ചെയ്യാണ്, പിന്നെ ഒരിക്കലും വരാത്ത രീതിയിൽ നമുക്കത് റിമൂവ് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. അങ്ങനത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട്. അതെ അതെ. എന്റെ മോക്ക് ഭയങ്കര താരനുണ്ട്, നല്ല മുടിയൊഴിച്ചിലുണ്ട്. അപ്പൊ ഞാൻ പല സ്ഥലത്തൊക്കെ പോയിരുന്നേന് ഭേദമില്ല. അങ്ങനെ ഞാൻ മേഡത്തെ ഞാൻ കാണിക്കാൻ പോയത്. അവിടെ 3 ദിവസം വരുന്നുണ്ട് കുളിക്കൽ. മോളെ കൊണ്ടുപോയി. പക്ഷെ മോളെ കൊണ്ടുപോയപ്പോൾ അത് വളരെ നല്ല രീതിയിൽ തന്നെ ആദ്യത്തെ ഒരു മരുന്ന് തന്നെ ഗുളിക കൊടുത്തപ്പോൾ തന്നെ ഒക്കെ കൊഴിച്ചിൻ്റെയും താരൻ്റെ കുറച്ചൊരു അംശം കുറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യം ചെയ്യും, നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെ കൊണ്ടുപോയി വരണമെങ്കിൽ വാഷ് ചെയ്യാറുള്ളൂ. ഞാൻ ഓക്കെ, വളരെ നല്ലൊരു കാര്യം. കാരണം കുട്ടികളെ ഈ പ്രായത്തിലേക്ക് മുടി കൊഴിച്ചിട്ട് പോകാൻ ഭയങ്കര സങ്കടമല്ലേ. പിന്നെ അതെല്ലാം എപ്പോൾ നോക്കാൻ താരം ഇങ്ങനെ പോകാം. ഇവിടെ വന്ന് 2 ആഴ്ച മുമ്പ് ഞാൻ ഇവിടെ എത്തി മേഡം പറഞ്ഞിട്ട് വരുമ്പോൾ വന്ന് ബുക്ക് ചെയ്ത് മേഡത്തെ കണ്ടു. മേഡം 2 മണിക്കൂർ വാഷ് ചെയ്യാറുണ്ട്. പക്ഷെ വാഷ് ചെയ്ത് കഴിഞ്ഞത് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഇവിടെ മുടീൻ്റെ താരം തന്നെ പോയി. ബ്രൈൻ, ഇവിടെ ആര്യശാലയുടെ ഏകദേശം എല്ലാ പ്രോഡക്റ്റും. ഇത് വിഭ ശരിക്കും സോപ്പല്ലേ? വിഭ സോപ്പ് ഉണ്ട്, വിഭന്റെ ഹെയർ ക്രീം ഉണ്ട്, അതുപോലെ തന്നെ വിഭയുടെ സാൻഡൽ ക്രീം ഉണ്ട്. ഇത് ഫേസിൽ വളരെ എഫക്റ്റീവ് ആണ്, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഫേസിൽ നമുക്ക് ഒരു ടാന് കാര്യങ്ങളൊക്കെ പോവാനും, അതുപോലെ തന്നെ ഫേസിന് ഒരു ഗ്ലോ, എപ്പോഴും നല്ല ഗ്ലോ ഉണ്ടാവും. പുതിയ പ്രൊഡക്ട്സ് ആണ്. അതുപോലെ തന്നെ ഈ വിഭ ഹെയർ ക്രീം നമ്മൾ കുളി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹെയറിൽ ജസ്റ്റ് യൂസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡാൻഡ്രഫിന് സുഖമുണ്ട്, അതുപോലെ തന്നെ ഹെയർ ഫോളിന് നല്ല മാറ്റമുണ്ട്. പിന്നെ നമുക്ക് ഓയിലൊക്കെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ വളരെ ഈസിയാണ്. കാരണം ഓയിൽ ഉപയോഗിക്കാം, കുറച്ച് സമയം നിൽക്കുക, എല്ലാവർക്കും പോസിബിളല്ല. കുളി കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളൊരു ആഫ്റ്റർ ഷവർ ജെല്ലി യൂസ് ചെയ്യണ മാതിരി യൂസ് ചെയ്ത് കൊടുത്താൽ ആര്യശാലയുടെ മരുന്നുകളും കോസ്മെറ്റിക് ഐറ്റംസ് എല്ലാം ഒരു വലിയ സങ്കേതമാണ്. അതെ അതെ, കംപ്ലീറ്റ് അടിപൊളിയാണ്. ഇതൊരു വെറൈറ്റി സാധനമാണല്ലോ, ബേബി ഓയിൽ. ആര്യശാലിന്റെ ബേബി ഓയിൽ എന്ന് പറഞ്ഞാൽ വെർജിൻ കോക്കനട്ടിലാണ്. വെർജിൻ കോക്കനട്ടിൽ വരുന്നതുകൊണ്ട് നമുക്ക് തലയിൽ യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ കുട്ടികളുടെ ശരീരത്തിൽ ഉപയോഗിക്കാം, ന്യൂ ബോൺസിന് യൂസ് ചെയ്യാൻ പറ്റും. കുറച്ച് പ്രായമുള്ള കുട്ടികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഉണ്ടല്ലോ ഈ ഒരു പെയിൻ സ്പ്രേ. ഞങ്ങൾ ഈ ബാഡ്മിന്റൺ കളിക്കാർ സാധാരണ ഞാനൊക്കെ ഉപയോഗിക്കുന്ന സാധനം കേട്ടോ. അവിടെ വന്നപ്പോൾ കണ്ടപ്പോൾ നമുക്കൊരു ഫീല് വന്നു. ഇത് നിങ്ങൾ എന്താ പറയുക? ഞാൻ എൻ്റെ വൈഫിനെ മുട്ടുവേനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മൾ കോട്ടയ്ക്ക് ഡയറക്റ്റായിട്ട് ആയുർവേദത്തിൽ പോയപ്പോൾ അവിടുന്ന് വാരസാറ് ഇതാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ആദ്യം യൂസ് ചെയ്യപ്പം പിന്നെ മാറി. പിന്നെ ഞാനിപ്പോ കണ്ടിന്യൂ ആയിട്ട് അവർക്ക് ഫുള്ള് നീര് വലിഞ്ഞു 2 മുട്ടിന്റെയും. പിന്നെ ഞങ്ങൾക്ക് വളരെ വിശ്വാസമായി. ഞാനിപ്പോ ഒരുപാട് പ്രാവശ്യം പുളിക്കൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും എന്റെ വീട്ടിൽ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കും. എവിടെ വീണോ ചതവോ എന്തെങ്കിലും ഒന്ന് അടിച്ചാൽ മതി, അവിടെ നീര് മൊത്തം വരും. നല്ല പെർഫെക്റ്റ് സാറാ.
ഏതായാലും സന്തോഷം കേട്ടോ, നിങ്ങളെ കാണാൻ പറ്റില്ല. അപ്പൊ എവിടെയാണ് ഈ അലോപ്പതി എവിടെ ഉപയോഗിക്കും? അലോപ്പതി നമുക്ക് അത്യാവശ്യം രോഗികൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനോ കാര്യമോ വരികയാണെങ്കിൽ മെഡിസിൻ എന്നുള്ള രീതിയിൽ ഞാനിവിടെ അലോപ്പതി സപ്പോർട്ടീവ് ആയിട്ട് എന്നുള്ള രീതിയിൽ കൊടുക്കാറുണ്ട്. അതെ അതെ, അങ്ങനെ ഉണ്ട്. ഇത് ലൊക്കേഷൻ വരുന്നത് ശരിക്ക് ഇത് കൊണ്ടോട്ടി മൈൻകുട്ടി വൈദ്യർ സ്മാരകത്തിന്റെ തൊട്ടടുത്ത്. ഏത് സമയത്ത് ഉണ്ടാവുക ഡോക്ടറെ കാണണമെങ്കിൽ? ഞാനിവിടെ അവൈലബിൾ ആവുക വൈകുന്നേരം 6 മണി മുതൽ 8 മണി വരെയാണ് ഇവിടെ ഉണ്ടാവുക. എല്ലാ ദിവസവും, സൺഡേ ഒഴികെ എല്ലാ ദിവസവും. സമയത്ത് വേറെ ഡോക്ടർ സേവനം ഉണ്ടോ? ഇല്ല, വേറെ ഡോക്ടർ സേവനം ഇല്ല. പക്ഷെ ഞാൻ അവൈലബിൾ ആയിരിക്കും അല്ലാണ്ടുള്ള ടൈമിലൊക്കെ. ഡോക്ടർ നിങ്ങൾ വന്നോളൂ, ധൈര്യമായിട്ട് വന്നോളൂ. പിന്നെ ആ പുഞ്ചിരി തന്നെ ഉണ്ട്, എല്ലാ സമാധാനവും ഉണ്ടാവും. അപ്പൊ കോട്ടക്കൽ ആരോഗ്യശാലയുടെ ഈ ഒരു ക്ലിനിക്ക് വരുന്നത് കൊണ്ടോട്ടി നഗരസഭാ കാര്യാലയത്തിന്റെ ഓപ്പോസിറ്റിലാണ്. നമുക്കിവിടെ മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്താണ്? ഡോക്ടർ സൂപ്പർ ആട്ടോ. അതായത് രോഗിക്ക് അനുസരിച്ച് നല്ല ഡയഗ്നോസിങ് കഴിവുള്ള ഒരു ഡോക്ടറാണ്. പിന്നെ ഇവിടുത്തെ സേവനങ്ങൾ വളരെ നല്ല രീതിയിലാണ്, മികച്ച രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ കോസ്മെറ്റിക് ആണെങ്കിലും ബാക്കി ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും പിന്നെ ഇവിടുത്തെ ഒഴിച്ചിലും ബാക്കിയുള്ള സംഗതിയൊക്കെ എല്ലാം സൂപ്പറായിട്ട് ഡോക്ടറുടെ മേൽനോട്ടത്തിൽ നല്ല രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തട്ടോ.